നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഡയലറുകൾ ഉണ്ടാവും. നമ്മൾ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയലർ, ഈ കാണുന്ന ഡയലറുകളൊക്കെ പല രീതിയിലുള്ള ഡയലറുകൾ ഉണ്ടാവും. ഓരോ ഫോണിനും വ്യത്യസ്തമായിട്ടുള്ള ഡയലറാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഡയലർ എന്നുള്ള ഗൂഗിൾ ഫോൺ എന്നുള്ള ഡയലറാണ്. ഈ കാണുന്ന ഗൂഗിൾ ഫോൺ എന്നുള്ള ഡയലറാണ് അധികം ആളുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഡയലറിനകത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഫീച്ചറുകളുണ്ട്. അതിനകത്ത് നിന്ന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഫീച്ചർ ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യണം, നമ്മൾ ഡയലർ ഓപ്പൺ ചെയ്യുക. ഞാൻ ഡയലർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇടത് ഭാഗത്ത് ഒരു 3 ലൈന് കാണും. ഇവിടെ കാണുന്ന ഈ 3 ലൈന് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന 3 ലൈനിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ കുറേ സെറ്റിങ്സുകളുണ്ട്. ഇതിനകത്ത് കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള കോൾ ഫീച്ചറുകൾ ഇതിനകത്ത് ലഭ്യമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഫീച്ചർ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് കോൺടാക്റ്റ് റിംഗ് ടൂൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ കോൺടാക്റ്റ് റിംഗ് ടൂൺ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രത്യേകമായിട്ട് റിംഗ് ടൂൺ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിലുള്ള മാതാവോ അല്ലെങ്കിൽ പിതാവോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ വിളിക്കുന്ന സമയത്ത് ഏത് തിരക്കിലാണെങ്കിലും അത് ആരാണ് വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവർക്ക് പ്രത്യേക റിംഗ് ടൂൺ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാതാവിൻ്റെ റിംഗ് ടൂണ്, പിതാവിൻ്റെ റിംഗ് ടൂണ്, വൈഫിൻ്റെ റിംഗ് ടൂണ്. അപ്പോൾ ഈ റിംഗ് ടൂണ് കേട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാരാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോൾ വേഗത്തിൽ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട കോളാണെങ്കിൽ അവോയ്ഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആഡ് കോൺടാക്റ്റ് റിംഗ് ടൂൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ കാണുന്ന ആഡ് കോൺടാക്റ്റ് റിംഗ് ടൂൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള മുഴുവൻ വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ആർക്കാണോ നിങ്ങൾ റിംഗ് ടൂൺ സെറ്റ് ചെയ്യുന്നെങ്കിൽ അയാളെ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യാൻ ശേഷം ഇതുപോലെ കാണിക്കും. ഇവിടെ ക്ലാസിക് തീം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ കമ്പനി തന്നെ ഒരുപാട് റിംഗ് ടൂണുകൾ തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. താഴെ ഭാഗത്ത് നാച്ചുറൽ എന്നുള്ള ഓപ്ഷൻ, നാച്ചുറൽ റിംഗ് ടൂണുകൾ ഇവിടെ ലഭ്യമാണ്. ഇതിൽ നിന്നും ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കഷ്ടമായിട്ട് നിങ്ങളുടെ ഫോണിനകത്ത് ഏതെങ്കിലും റിംഗ് ടൂണുകളോ സോങ്ങുകളോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് മൂന്നാമത്തെ കസ്റ്റം ഓൺ ദിസ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള വാട്സപ്പിൽ വന്ന വോയിസുകളുണ്ട്, റിംഗ് ടൂണുകളുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്ത ട്യൂണുകളുണ്ട്, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ട്യൂണുകളൊക്കെ അതിനകത്ത് കാണാൻ സാധിക്കും. ഏതാണ് വേണ്ടത് അതിവിടെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ട്യൂൺ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ റിംഗ് ടൂൺ സെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെയാണ് കാണിക്കുക. റിംഗ് ടൂണിൻ്റെ പേര് അല്ലെങ്കിൽ ആ സോങ്ങിൻ്റെ പേര് കാണിക്കും, വ്യക്തിയെ കാണിക്കും. ഇനി റിംഗ് ടൂൺ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ പെൻ ഐക്കൺ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വെച്ച് റിംഗ് ടൂൺ മാറ്റാൻ പറ്റും. ഇനി റിംഗ് ടൂൺ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് റിംഗ് ടൂൺ ആവശ്യമുള്ള ആളുകൾക്ക് പ്രത്യേക റിംഗ് ടൂൺ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് നമ്മൾ പരിശോധിക്കുന്നത്, നമുക്ക് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് വിളിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ പേര് വിളിച്ച് പറയണം. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ഡ്യൂട്ടിയിലാണ്, തിരക്കിലാണ്, ജോലിയിലാണ്. ഈ സമയത്ത് നമുക്ക് വരുന്ന കോൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ സേവ് ചെയ്ത വ്യക്തിയുടെ പേരെന്താണെങ്കിൽ ആ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് തന്നെ നമുക്ക് ആരാണ് വിളിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഫീച്ചർ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നാൽ, ഈ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ കോളർ ID അനൗൺസ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ അനൗൺസ് കോളർ ID എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നെവർ എന്നുള്ള ഭാഗത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓൾവേസ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓൾവേസ് എല്ലാ സമയത്തും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന കോൾ ചെയ്യുന്ന വ്യക്തികളെ പേര് വിളിച്ചു പറയും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഫോൺ വെച്ച് തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ വരുന്നുണ്ടെങ്കിൽ ആ കോൾ വരുന്ന വ്യക്തിയുടെ പേര് എന്താണോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചത് അതിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പേര് വിളിച്ചു പറയും. അപ്പോൾ നമുക്ക് ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും കോൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഓൺലി വെൻ യൂസിങ് എ ഹെഡ്സെറ്റ്. അതായത് നമ്മൾ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതി. എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് നമ്മൾ ഹെഡ്സെറ്റ് ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആരാണ് വിളിക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പേര് വിളിച്ച് പറഞ്ഞാൽ മതിയെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്താൽ മതി. ഓൾവേസ് എന്ന് കൊടുത്താൽ എല്ലാ സമയത്തും, അതായത് നമ്മൾ ഫോൺ ഹെഡ്സെറ്റ് വെക്കുന്ന സമയത്തും എല്ലാ സമയത്തും ഒക്കെ പേര് വിളിച്ച് പറയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഫീച്ചറാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.